നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. ലോക്സഭാ സ്പീക്കർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു ടെന്യൂർ ആയിട്ട് വീണ്ടും ഓം ബിർള, നിലവിലെ നമ്മുടെ കഴിഞ്ഞ ലോക്സഭയിലെ സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹത്തിന് വീണ്ടും ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സോ ലോക്സഭാ സ്പീക്കർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ലോക്സഭാ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത്, അതേപോലെ ആരാണ് അതിന് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഓത്ത് സത്യവാചകം ചൊല്ലണം സ്പീക്കറായിട്ട് അധികാരം ഏൽക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമുക്ക് UPSCയുടെ പ്രിലിംസിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള കുറച്ച് പോയിന്റാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. കാരണം എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് എക്കോളജി എൻവയോൺമെന്റ് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്, റൂഫ് ടോപ്പ് സോളാർ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞാൽ നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ കുറച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി എത്രത്തോളമാണ്, ഒരു റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഒരു സോളാർ പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് പെർസ്പെക്റ്റീവിലുള്ള ഡേറ്റാസ് നമുക്ക് സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ടോപ്പിക്കിൽ നമുക്കൊരു ഗവൺമെൻറ് സ്കീമും കൂടെ പഠിക്കാനുണ്ട്. സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന എന്ന് പറഞ്ഞുകൊണ്ട് സോളാർ എനർജിയുടെ ഉപയോഗം കൂട്ടാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തൊരു സ്കീമുണ്ട്. ആ ഒരു സ്കീമിനെ കുറിച്ച് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടോപ്പിക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളാണ്. 3-4 ശരിക്കും പറഞ്ഞാൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. അതിൽ തേർഡ് ടോപ്പിക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി എൻവയോൺമെന്റ് ആണ്. കാരണം ഒരു ആനിമൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് റൈനോസറസിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് റൈസോടോപ്പ് പ്രോജക്റ്റ്. അതായത് ഇത് രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ്, റൈനോസറസ് പ്ലസ് ഐസോടോപ്പ് എന്നുള്ളത് ചേർത്തിട്ടാണ് റൈസോടോപ്പ് എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ, ചെറിയൊരു ആർട്ടിക്കിൾ ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ റൈസോടോപ്പ് പ്രോജക്ട് റീസെന്റ് സീൻ ഇൻ ന്യൂസ് റിലേറ്റഡ് വിത്ത് എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തേർഡ് ടോപ്പിക്കായിട്ട് നോക്കും. ദെൻ ഫോർത്ത് ടോപ്പിക്കും ഈ പറഞ്ഞ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആണ്, എക്കോളജി എൻവയോൺമെന്റ് തന്നെയാണ്. ബന്യാർഘട്ട ബയോളജിക്കൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ലെപ്പേർഡ് സഫാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഈ 4 ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു MCQ സോൾവ് ചെയ്ത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതാണ്. ഓം ബിർള എലക്ടഡ് ലോക്സഭ സ്പീക്കർ ഫോർ ദ സെക്കൻഡ് ടേം. കഴിഞ്ഞ ലോക്സഭയിലെ ഈ പറഞ്ഞ പോലെ സ്പീക്കറായിട്ട് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ടൈം, രണ്ടാമതൊരു ടെന്യൂറും കൂടെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും സ്പീക്കറിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ ആരാണ് ഇവരെ എലക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ റിമൂവലിന്റെ സ്പീക്കറിന്റെ ഒക്കെ റിമൂവൽ എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്, ഓത്ത് മീൻസ് സത്യവാചകം ചൊല്ലുന്നത് ഈ പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പ്രിലിംസിന് ചോദിച്ച് കണ്ടിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർ, ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് നമ്മുടെ സ്പീക്കർ എന്നുള്ളത്. ലോക്സഭ സ്പീക്കർ ഇസ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ആക്ച്വലി പ്രിസൈഡിംഗ് ഓഫീസർ അതേ സ്ഥാനത്ത് രാജ്യസഭയുടെ പറയുവാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് ഓട്ടോമാറ്റിക്കലി രാജ്യസഭ ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഒക്കെ പറയുമ്പോഴേക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം അത്തരത്തിലുള്ള ചെറിയ പോയിന്റ് വേണമെങ്കിൽ പോലും പ്രിലിംസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് പാർലമെന്റ് റെഫർ ടു ഒഫീഷ്യൽസ് ഹു ഓവർസീ ആൻഡ് റെഗുലേറ്റ് ദ പ്രൊസീഡിംഗ്സ് ഓഫ് ദ ഹൗസ് ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സെറ്റാണ്. അതിനകത്ത് ലോക്സഭയും രാജ്യസഭയും അതുപോലെ പ്രസിഡന്റും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ടേം നമ്മുടെ പാർലമെന്റ് എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പാർലമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഓർഗൻസ് ആണ് നമ്മൾ പറയുവാണെങ്കിൽ, ഈ രണ്ട് ഹൗസുകളിൽ നോക്കുവാണെങ്കിൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട മീൻസ് ആ ഒരു ഹൗസിന്റെ പ്രൊസീഡിംഗ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഓവർസീ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദറ്റ് ഹൗസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടുന്നത്. ആൻഡ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഫോർ അപ്ഹോൾഡിംഗ് പാർലമെന്ററി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിനിങ് ഓർഡർ ഇൻ ദ ഹൗസ്, മാനേജിംഗ് ഡിബേറ്റ്സ്, കണ്ടക്ടിംഗ് ദ ലെജിസ്ലേറ്റീവ് പ്രോസസ് ആസ് പെർ ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം വെച്ചിട്ട് ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ വെച്ചിട്ട് ആ ഹൗസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് മെയിൻലി ഉള്ളത്. ദെൻ ഇവരുടെ ബേസിക് ആയിട്ടുള്ള റോളാണ് ടു എൻഷുർ ദാറ്റ് ദ ലെജിസ്ലേറ്റീവ് ബോഡി ഫംഗ്ഷൻസ് സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ആ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി, അത് ലോക്സഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാജ്യസഭ ആയിക്കോട്ടെ, അത് സ്മൂത്ത് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണുള്ളത്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനാണുള്ളത്. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് തന്നെ സ്പെസിഫിക് ആയിട്ട് വരികയാണ്. ഇവിടെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ലോക്സഭയിലെ സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കറിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കറിന്റെ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്. സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് എലക്ടഡ് ബൈ ലോക്സഭ ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ലോക്സഭ MPമാരായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് ആണല്ലോ നമ്മുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാം നടന്നത്, ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നത്. അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MPമാർ ചേർന്നിട്ടാണ് അവരിൽ നിന്ന് ഒരാളായിട്ട് ഈ പറഞ്ഞ പോലെ ആരെ സെലക്ട് ചെയ്യുന്നത്, സ്പീക്കർ ഓഫ് ദ ലോക്സഭയെ സെലക്ട് ചെയ്യുന്നത്. സോ സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് എലക്ടഡ് ബൈ ദ ലോക്സഭ ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദിസ് മീൻസ് only sitting members of Lok Sabha are
ആർ എലിജിബിൾ ടു ബി എലക്ടഡ് ആസ് എ സ്പീക്കർ ഓഫ് ലോക്സഭ. ആ പോയിന്റ് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ്ലി തന്നു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓൺലി ദ സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആർ എലിജിബിൾ ടു ബി എലക്ടഡ് ആസ് സ്പീക്കർ ഓഫ് ലോക്സഭ. ഇനി ഇപ്പൊ ഇങ്ങനെ രണ്ടാമതൊരു ടെന്യൂറും കൂടെ വന്നിരിക്കുന്നതാണ്, നമുക്ക് ഒന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ പോലെ ഒറ്റ തവണ മാത്രമേ ഒരു വ്യക്തിക്ക് സ്പീക്കറായിട്ട് ഇരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തെറ്റാ. കാരണം ഇപ്പൊ തന്നെ നമുക്ക് വാർത്ത കണ്ടു, രണ്ടാമത്തെ ടെന്യൂറാണ് ഓം ബിർളയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്തായാലും ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓഫ് സ്പീക്കർ ഈസ് ഫിക്സഡ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദസ് ഡേറ്റ് ഈസ് കെപ്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ ഫസ്റ്റ് സിറ്റിംഗ് ഇൻ ദ ഹൗസ്. ആ ഒരു പുതിയ ലോക്സഭയുടെ ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷം ആസ് സൂൺ ആസ് പോസിബിൾ ഈ ഒരു സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ് ഡേറ്റ് ആര് പ്രഖ്യാപിക്കുന്നതായിരിക്കും? പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് സ്പീക്കറിന്റെ ടെന്യൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ സ്പീക്കർ റിമൈൻസ് ഇൻ ഓഫീസ് ഡ്യൂറിംഗ് ദ ലൈഫ് ഓഫ് ദ ലോക്സഭ. ആ ലോക്സഭയുടെ ടെന്യൂർ എന്നാണോ തീരുന്നത്, ഐ മീൻ 5 വർഷമാണല്ലോ, ആ ഒരു കാലയളവാണ് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറിന്റെ ഒരു കാലയളവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൗവർ ഒരു കാര്യം ഓർത്തിരിക്കണം, ദ സ്പീക്കർ ഹാസ് ടു വെക്കേറ്റ്. സ്പീക്കർ ഈ പറഞ്ഞ പോലെ ആ ഒരു സഭയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വരും ഇൻ ഇഫ് ഹിസ് ഓർ ഹെർ ഓഫീസ് എയർലി ഇൻ എനി ഓഫ് ദ ഫോളോയിങ് 3 കേസസ്. അതായത് നമ്മളിപ്പം തൊട്ടും പറഞ്ഞു ആ ലോക്സഭയുടെ ടെന്യൂർ എത്രയാണോ ലൈഫ്, ഐ മീൻ നോർമലി പറയാൻ 5 years ആണ്, അത്രയും കാലഘട്ടമാണ് ആ ലോക്സഭയുടെ സ്പീക്കറിന്റെ ലൈഫായിട്ട് പൊതുവിൽ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന 3 കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ സ്പീക്കർക്ക് എന്ത് ചെയ്യേണ്ടി വരും? നേരത്തെ തന്നെ രാജിക്കത്ത് കൊടുക്കേണ്ടി വരും. അത് ഒന്നാമത്തേതാണ്, ഇഫ് ഹി ഓർ ഷീ സീസസ് ടു ബി എ മെമ്പർ ഓഫ് ദ ലോക്സഭ എം പി എന്നുള്ള സ്ഥാനം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെടേണ്ടി വരും. ഇനി ഇഫ് ഹി ഓർ ഷീ റിസൈൻസ് ബൈ റൈറ്റിംഗ് ടു ഡെപ്യൂട്ടി സ്പീക്കർ, അതായത് സ്വമേധയാ രാജി കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു, സ്വമേധയാ അദ്ദേഹം രാജി കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭയ്ക്കാണ് രാജിക്കത്ത് കൈമാറുന്നത്. ഇനി അടുത്താണ്, ഇഫ് ഹി ഓർ ഷീ ഈസ് റിമൂവ്ഡ് ബൈ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ മജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ. അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് മജോറിറ്റിയാണ് വേണ്ടത്? എഫക്റ്റീവ് മജോറിറ്റി വേണം. ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ലോക്സഭയുടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കണം. അപ്പോൾ 3 കേസുകളിലാണ് ലോക്സഭയുടെ ഈ പറഞ്ഞ സ്പീക്കർ രാജി ഈ പറഞ്ഞ ആ സ്പോട്ടിൽ ആ പ്ലേസിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഒന്നാമത് അദ്ദേഹം എം പി എന്നുള്ള സ്ഥാനാർത്ഥം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, രണ്ടാമത് ഡെപ്യൂട്ടി സ്പീക്കറിന് രാജിക്കത്ത് കൊടുക്കുക, മൂന്നാമത് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബൈ ആൻ എഫക്റ്റീവ് മജോറിറ്റി. ഈ 3 കേസിൽ അദ്ദേഹത്തിന് ആ ലോക്സഭയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ ആ സ്ഥാനം ഒഴിയേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കണം, വെന്നെവർ ലോക്സഭ ഈസ് ഡിസോൾവ്, അതായത് ലോക്സഭ പിരിച്ചുവിടുക അല്ലെങ്കിൽ ലോക്സഭയുടെ കാലയളവ് തീരുമെന്ന് വിചാരിച്ചു, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ സ്പീക്കറിന്റെ കാലയളവും തീരുന്നില്ല. സ്പീക്കർ, അതായത് ഇപ്പം കഴിഞ്ഞ ലോക്സഭയുടെ സ്പീക്കറാണ്, ഇപ്പം ഇദ്ദേഹം തന്നെയാണ് സെക്കൻഡും കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ കഴിഞ്ഞ ലോക്സഭ പിരിച്ചുവിടുന്ന ആ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്പീക്കറിന്റെ കാലയളവ് തീരുന്നില്ല. അടുത്ത ലോക്സഭ എത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ഒരു കാലയളവ് തീരുള്ളൂ. അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലോക്സഭ ഈസ് ഡിസോൾവ്, ദ സ്പീക്കർ ഓഫ് ലോക്സഭ ഡസ് നോട്ട് വെക്കേറ്റ് ഹിസ് ഓർ ഹെർ ഓഫീസ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ദ ന്യൂലി എലക്ടഡ് ലോക്സഭ മീൻസ്. പുതിയ ആ ലോക്സഭ മീറ്റ് ചെയ്യുന്ന വരെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് ആ കാലയളവിൽ തുടരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്പീക്കർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അവിടെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ ആരെന്ന് കണ്ടു, പിന്നെ പ്രധാനമായിട്ടും സ്പീക്കർ ഓഫ് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നൽകുന്നത്, അവിടുന്ന് തന്നെ അവരുടെ ഇടയിൽ ആ മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്, ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ദെൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലാണ് റിമൂവ് ചെയ്യുന്നത്? 3 രീതിയിൽ. ആ ഒരു ലോക്സഭ എം പി എന്നുള്ള സ്ഥാനാർത്ഥി നഷ്ടപ്പെടുകയാണെങ്കിൽ, ഡെപ്യൂട്ടി സ്പീക്കറിന് രാജിക്കത്ത് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ കണ്ടതാണ് ലോക്സഭ ഈ പറഞ്ഞ ഡിസോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീക്കറിന്റെ സ്ഥാനം പോകുന്നില്ല, അദ്ദേഹം നെക്സ്റ്റ് ലോക്സഭ മീറ്റ് ചെയ്യുന്ന വരെ അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ തുടരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാമിന് വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ആ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് ആർട്ടിക്കിളാണ്, ഹൗ വെൽ ഈസ് ഇന്ത്യ ടാപ്പിംഗ് ഇറ്റ്സ് റൂഫ് ടോപ്പ് സോളാർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യം നമ്മൾ ഈ ഇന്ത്യയുടെ നിലവിലെ സോളാർ കപ്പാസിറ്റി, മീൻസ് എത്രത്തോളം എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ പോയിന്റുകളൊക്കെ നമുക്ക് മെയിൻസ് ആൻഡ് ആൻസർ റൈറ്റിംഗിൽ ഉപകാരപ്പെടുന്നതാണ്, ഇൻട്രൊഡക്ഷനൊക്കെ എഴുതാൻ നേരം. സോ നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ തന്നെ കണക്കുകൾ പ്രകാരം നോക്കുവാണെങ്കിൽ, ആസ് ഓഫ് ഡിസംബർ 2023 നോക്കുവാണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ സോളാർ പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73.31 ജിഗാവോൾട്ട് ആണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടാണ് 73.31 ജിഗാവോൾട്ട് സോളാർ പവർ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ. എന്നാൽ ഇവിടുത്തെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം നോക്കുവാണെങ്കിൽ 748 ജിഗാവോൾട്ട് സോളാർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യക്ക് ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ടോട്ടൽ സോളാർ പൊട്ടൻഷ്യലിന്റെ എത്ര മാത്രമേ നിലവിൽ പറയുവാണ്? റഫ്ലി അറൌണ്ട് 1/10, റഫ്ലി അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 1/10 മാത്രമാണ് നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് ആ ഒരു മേഖലയിൽ എത്രത്തോളം മുന്നേറാൻ സാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് തന്നെ ഈ 73.31 ജിഗാവോൾട്ടിൽ തന്നെ ഏകദേശം 11.08 ജിഗാവോൾട്ട് മാത്രമാണ് നമ്മൾ ഏതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്? റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസ് കെട്ടിടങ്ങളായിക്കോട്ടെ, അവയുടെ മേൽക്കൂരകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൂഫ് ടോപ്പ് സോളാർ
റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സോളാർ സിസ്റ്റം മെയിൻലി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഉണ്ട്, അതേപോലെ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ സിസ്റ്റം ഉണ്ട്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ എന്താ ഗ്രൗണ്ടിനോട് ഈ പറഞ്ഞ പോലെ മണ്ണിനോട് ചേർന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു സ്ട്രക്ചർ പണിതിട്ട് അവിടെ തന്നെ സ്ഥാപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുണ്ട്. ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ റിസർവോയേഴ്സിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് രീതിയിൽ പാനലുകൾ സ്ഥാപിച്ചിട്ട് അതിൽ നിന്നും കറണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ സോളാർ എനർജി ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് നമ്മുടെ ഈ റൂഫ് ടോപ്പ് ആയാലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലോട്ടിംഗ് പാനൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നിലവിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ പാനൽസാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ടിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇത് ഹീറ്റായിട്ട് മീൻസ് കൂളായിട്ട് നിർത്താൻ സാധിക്കും. ആ പാനൽസിനെ കുറച്ച് ഒരു പരിധി വരെ അതിൻ്റെ ഹീറ്റിലൂടെ അതിൻ്റെ കറണ്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി പറഞ്ഞാൽ കൂളാക്കി നിർത്താനായിട്ട് അതിനെ സഹായിക്കുന്നുണ്ട്. ആ ഒരു സെൻസിലാണ് ഈ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കമ്പയർഡ് ടു റൂഫ് ടോപ്പിനേക്കാളും ഈ പറഞ്ഞ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, 5 to 10% എഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. സോ എന്തായാലും ഇന്ത്യയുടെ ടോട്ടൽ റൂഫ് ടോപ്പ് സോളാർ കപ്പാസിറ്റി നോക്കുമ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോക്കുമ്പോൾ അത് വെറും 11.08 ഉള്ളൂ. ഇത് നമ്മൾ 2022 നമ്മൾ ടാർഗറ്റ് 40 GW റൂഫ് ടോപ്പിൽ നിന്ന് മാത്രം 40 GW ഉൽപ്പാദിപ്പിക്കണം എന്നായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടാർഗറ്റ് റിവൈസ് ചെയ്തു. അതായത് 2022 മുതൽ 2026 വരെ ഉള്ള കാലയളവ് ഏകദേശം 100 GW 100 GW റൂഫ് ടോപ്പിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ റിവൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ്. അപ്പോൾ നമ്മൾ നോക്കി ഇപ്പോൾ നിലവിലാകെ 11.08 ഉള്ളൂ. അവിടുന്ന് ഓൾമോസ്റ്റ് 10 ടൈംസ് 10 മടങ്ങ് കൂടുതൽ അപ്രോക്സിമേറ്റ്ലി 10 ടൈംസ് നമ്മൾ കൂടുതൽ കറണ്ട് റൂഫ് ടോപ്പ് സോളറിൽ നിന്ന് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത് ഈ ഒരു പടത്തിൽ കാണുന്നതാണ് നമ്മുടെ സോളാർ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് സോളാർ എനർജി പൊട്ടൻഷ്യൽ ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ രാജസ്ഥാനും അതേപോലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റിയാണ്. ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ്. അത് കഴിഞ്ഞിട്ടാണ് മധ്യപ്രദേശൊക്കെ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മധ്യപ്രദേശിനൊക്കെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്നൊക്കെ കൂടുതൽ നമുക്ക് സോളാർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ തന്നെ ഒഫീഷ്യൽ ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ തന്നെ ഈ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി NISE എന്ന് കാണുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയാണ്. അവരുടെ പഠനങ്ങളാണ് ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും നമ്മൾ നിലവിൽ പറഞ്ഞു ആകെ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ 11.08 GW ഇലക്ട്രിസിറ്റി ഉള്ള റൂഫ് ടോപ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് 10 ടൈംസ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത പുതിയൊരു സ്കീമാണ് പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഈ സ്കീമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ പലപ്പോഴും ഇപ്പം കൂടുതലും വീടുകളിൽ ഈ പറഞ്ഞ പോലെ സോളാർ പാനലുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കൂടുതലും സ്ഥാപിക്കപ്പെടുന്നത്. കാരണം സബ്സിഡി മീൻസ് ഇത്തരത്തിൽ സോളാർ ഇലക്ട്രിസിറ്റി പാനലുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിന് സബ്സിഡികൾ നൽകുന്നുണ്ട് ഈ ഒരു സ്കീം. കാരണം സോളാർ പാനലുകൾ എല്ലാവരും വീടുകളിൽ വെക്കുന്നതിൻ്റെ ഒരു മടി കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു വെക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. സോളാർ പാനലുകൾക്കൊക്കെ നല്ല കോസ്റ്റാണ്. അപ്പോൾ ആ കോസ്റ്റ് കുറച്ച് കൊടുക്കുക, അതിലൂടെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ 1 GW 2 GW 3 GW അങ്ങനെ ഓരോ സോളാർ പാനൽ കപ്പാസിറ്റീസ് ഉണ്ട്. സോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് എന്ത് കിട്ടും, സബ്സിഡീസ് കിട്ടും. അപ്പം കുറച്ചുകൂടെ നോക്കുമ്പോൾ കൺസ്യൂമേഴ്സിന് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ പൈസ അധികം മുടക്കാണ്ട് ഈ പാനലുകളൊക്കെ തന്നെ വീടുകളിൽ സ്ഥാപിക്കാൻ സാധിക്കും. ഈ ഒരു PM സൂര്യഘർ മഫ്ത് ബിജ്ലി യോജനയിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഓരോ വീടുകളിലും അറ്റ്ലീസ്റ്റ് 300 യൂണിറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി പെർ മന്ത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെയൊക്കെ ഒരു ആവറേജ് ഒരു ഇന്ത്യൻ ഹൗസസിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക ഒരുപാട് നമുക്ക് എന്താ പറയുക നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് അതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരു ആവറേജ് ഇന്ത്യൻ ഹൗസിനെ സംബന്ധിച്ച് പെർ മന്ത് 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്ക് ശേഷം മിച്ചം ഈ പറഞ്ഞ പോലെ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കറണ്ട് ബില്ലാണെങ്കിലും നെറ്റ് സീറോ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അറ്റ്ലീസ്റ്റ് 300 യൂണിറ്റ്സ് ഓഫ് ഫ്രീ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് പെർ മന്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 75,000 കോടി രൂപയുടെ സഹായമാണ് ഈ ഒരു സ്കീമിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 1 crore 1 കോടി ഹൗസ് ഹോൾഡിലേക്കെങ്കിലും ഈ ഒരു സ്കീം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഉൾപ്പെടുത്തിയാണ് അർബൻ ലോക്കൽ ബോഡീസും പഞ്ചായത്തുകളൊക്കെ തന്നെ ഈ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിന് ഒരുപാട് ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു സോളാർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. സോളാർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ 2 രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 സിസ്റ്റത്തിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നിൻ്റെ പേരാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓൺ ഗ്രിഡ് സിസ്റ്റവും രണ്ടാമത്തേൻ്റെ പേരാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം.
ഓഫ് ഗ്രിഡ് സിസ്റ്റം. നമ്മളാണെങ്കിലും പൊതുവിൽ ഇത്തരത്തിൽ സോളാർ പാനലുകളൊക്കെയാണ് സ്ഥാപിക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ പാനലുകൾ സ്ഥാപിക്കുന്നത്. രണ്ടും രണ്ടാണ്. അതായത് ഇപ്പം ഈ പിക്ചറിൽ കാണുന്നത് ബേസിക്കലി ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഓൺ ഗ്രിഡ് ആണ്. ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സോളാർ ഈ പറഞ്ഞ പോലെ പാനലുകൾ ഉപയോഗിച്ച് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കറണ്ട് നേരെ ചെല്ലുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഇൻവേർട്ടറിലേക്കാണ്. ഈ ബോക്സ് കാണിക്കുന്ന സോളാർ ഇൻവേർട്ടർ ആണ്. ഇൻവേർട്ടർ ബേസിക്കലി നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതിന് മുമ്പ് ഈ വാക്കുകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ഡി സി കറണ്ട്. ഓക്കെ, ഡി സി കറണ്ടിനെ എ സി കറണ്ടായിട്ട് നമ്മുടെ ലൈനുകളിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറണ്ട് എ സി കറണ്ടാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ ഡി സി കറണ്ട് ഉൽപ്പാദിപ്പിച്ച ഡി സി കറണ്ടിനെ എ സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഈ ഇൻവെർട്ടറുകൾക്ക് ബേസിക്കലി ഉള്ളത്. സോ അതിലൂടെ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ച എ സി കൺവേർട്ട് ചെയ്യപ്പെട്ട എ സി കറണ്ട് നമ്മൾ ലൈനിലേക്ക് സപ്ലൈ ആണ്. ഇവിടെ കണ്ടോ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടുകൾ നമുക്ക് പകൽ സമയങ്ങളിൽ ഈ ഇൻവെർട്ടർ എന്ന് പറയുന്ന സ്മാർട്ട് ഇൻവെർട്ടേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് പകൽ സമയങ്ങളിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമ്മൾ വീടുകളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ കറണ്ട് നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കപ്പെടും. എന്നിട്ട് മിച്ചമുള്ള കറണ്ടാണ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി എക്സ്ട്രാ നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തില്ല, അതിനകത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷം ബാക്കി എന്ത് ചെയ്യുന്നു? ലൈനിലേക്ക് സപ്ലൈ ആണ്, ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് സപ്ലൈ ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ലൈനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇതിനെ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആക്കി വെച്ച് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ സോളാർ പാനൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച ഈ കറണ്ട് ഇൻവെർട്ടർ ഉൽപ്പാദിപ്പിക്കാൻ എന്തായാലും ഡി സി കറണ്ടേ ഉള്ളൂ. ഇൻവെർട്ടർ വെച്ച് നമ്മൾ എ സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് പുറത്ത് ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് കണക്ഷൻ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഈ ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണ്. എന്നാൽ ആ ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്ത സിസ്റ്റത്തിന്റെ പേരാണ് ഓഫ് ഗ്രിഡ് സോളാർ ഇലക്ട്രിസിറ്റി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിസ്റ്റമാണ് മെയിൻലി ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. ഒരു പക്ഷേ നിങ്ങളാണെങ്കിൽ വീടുകളിൽ ഇത്തരത്തിൽ സോളാർ ഇലക്ട്രിസിറ്റി പറഞ്ഞ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓൺ ഗ്രിഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻലി ആ ഒരു ഇന്ത്യയുടെ സോളാർ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആ ഒരു സോളാർ മഫ്ത് ബിജ്ലി യോജന, സൂര്യഘർ മഫ്ത് ബിജ്ലി യോജനയെ കുറിച്ചിട്ടും പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. മൂന്നാമത്തെ ആർട്ടിക്കിളാണ് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിൾ കൂടിയാണ്. റേഡിയോ ആക്റ്റീവ് ഇംപ്ലാന്റ് ഫോർ റൈനോ ഹോൺസ് ടു കർബ് പോച്ചിങ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിനെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിന് ബേസിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ഈ ഒരു റൈനോ എന്താ പറയുക റൈസോട്ടോപ്പ് പ്രോജക്റ്റ് എന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. റൈസോട്ടോപ്പ് പ്രോജക്റ്റ് ഇത് ബേസിക്കലി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്ലോബൽ റൈനോ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാണുന്ന ആഫ്രിക്കൻ കൺട്രീസ് മീൻസ് എസ്പെഷ്യലി നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ റൈനോ പോപ്പുലേഷൻസ് ഉള്ളത്. ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന റൈനോ സ്പീഷീസ് ആണ് ഗ്രേറ്റ് വൺ ഹോൺ റൈനോ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലെങ്കിൽ കസിരംഗ നാഷണൽ പാർക്ക് ഇവിടേക്കാണ് കൂടുതലായിട്ടും വൺ ഹോൺ റൈനോസറിനെ കൂടുതൽ കാണുന്നത്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ നമ്മുടെ ഇന്തോനേഷ്യ കേന്ദ്രീകരിച്ച് സുമാത്രനും ജാവനും റൈനോസറസിനെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റൈനോസറസ് ഉള്ള ഈ സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പോൾ ഈ റൈസോട്ടോപ്പ് പ്രോജക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പിക്ചറിൽ നമുക്ക് വേരിയസ് സ്പീഷീസ് ഓഫ് റൈനോസറിനെ കാണാൻ സാധിക്കും. റൈനോയിഡിൻ്റെ ഓരോന്നിൻ്റെയും IUCN സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വൈറ്റ് റൈനോ ബേസിക്കലി IUCN സ്റ്റാറ്റസ് നിയർ ത്രെട്ടൻഡ് ആണ്, പോപ്പുലേഷൻ ഡിക്രീസിംഗ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ രണ്ടാമത്തെ പിക്ചറിലുള്ള ഗ്രേറ്റർ വൺ ഹോൺ റൈനോ. ഇവയുടെ പോപ്പുലേഷൻ ഇപ്പോൾ കൺസർവേഷൻ ഒക്കെ ഭാഗമായിട്ട് അത് കൂടുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്. ബ്ലാക്ക് റൈനോ എന്ന് പറയുന്നതിൻ്റെ ഇൻക്രീസിംഗ് ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ബട്ട് ജാവനും സുമാത്രൻ റൈനോയും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താണ് രണ്ടും ഈ പറഞ്ഞ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് തന്നെയാണ്. പലയിടങ്ങളിലും അവ ഈ പറഞ്ഞ പോലെ എക്സ്റ്റിൻറ്റിൻ്റെ ഭീഷണി നേരിടുന്ന സ്പീഷീസ് കൂടിയാണ് ജാവൻ റൈനോയും സുമാത്രൻ റൈനോയും. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണുന്ന ഗ്രേറ്റർ വൺ ഹോൺ റൈനോയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റൈനോ എന്തിനാണ് ഇപ്പം ഈ ഒരു പ്രോജക്റ്റ് റൈസോട്ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് നടത്താൻ കാരണം തന്നെ റൈനോസിനെ പലപ്പോഴും പോച്ച് ചെയ്യുന്നുണ്ട്. മീൻസ് ഇല്ലീഗലായിട്ട് അവയെ കില്ല് ചെയ്തിട്ട് അവയുടെ ഹോൺസ് ആ ഒരു ഹോൺ ഉണ്ടല്ലോ ഇവയുടെ ബേസിക്കലി കൊമ്പ് എന്നറിയപ്പെടുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ഇവ ഈ പറഞ്ഞ പോലെ കൊല്ലുന്നത്, ആ ഒരു കില്ല് ചെയ്യുന്നു അല്ലെങ്കിൽ പോച്ച് ചെയ്യുന്നു. പ്രധാനമായിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പല രാജ്യങ്ങളും എസ്പെഷ്യലി ചൈനീസ് മെഡിസിൻ്റെ ഒക്കെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലും ഇതൊരു മരുന്നായിട്ട് പലപ്പോഴും പല അസുഖങ്ങളെ ക്യൂർ ചെയ്യാനായിട്ട് എസ്പെഷ്യലി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ ക്യൂർ ചെയ്യാനായിട്ട് ഇവർ ഇതിൻ്റെ ഹോൺ ബേസിക്കലി അത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് മാത്രമല്ല വിയറ്റ്നാമിലൊക്കെ തന്നെ ഇത്തരത്തിൽ റൈനോ ഹോൺ പൊസസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ എലഫന്റ് ഐവറി ആനക്കൊമ്പ് ഈ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കണക്കാക്കുമല്ലോ, എന്നതുപോലെ തന്നെയാണ് വിയറ്റ്നാമിൽ റൈനോ ഹോൺ പ്രോസസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടും റൈനോസിനെ പോച്ച് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു
റൈസോടോപ്പ് പ്രോജക്റ്റിലേക്ക് കിടക്കുകയാണ്. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ട് തന്നെയാണ്. കാരണം എപ്പോഴും അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ ആ സൈറ്റിൽ നിന്ന് തന്നെ നോക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റൈസോടോപ്പ് പ്രോജക്റ്റിൽ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ റൈനോസിനെ സേവ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ സയൻസ് ഉപയോഗിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോടോപ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഹോണിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ബേസിക്കലി ആനിമൽസിനെ ഹാം ചെയ്യത്തില്ല. പകരം ആ ഹോൺസ് എങ്ങാനും പോച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ ഈ ആനിമലിനെ കില്ല് ചെയ്ത് ആ ഹോൺ പോച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ റേഡിയോ ഐസോടോപ്പ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രസൻസ് മൂലം നമ്മൾ ഈ പറഞ്ഞ ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പം വിമാനത്താവളങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടങ്ങളിലൊക്കെ തന്നെ മെഷീൻസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഈ റൈനോ ഹോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മെഷീൻസിന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള സിസ്റ്റമാണ് ഈ ഒരു റൈസോട്ടോപ്പ് പ്രോജക്റ്റ്. സോ ബൈ ഇൻസേർട്ടിംഗ് മെഷേർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് ഇൻ ടു ദ ഹോൺസ് ഓഫ് ലൈവ് റൈനോസ്, ദിസ് project aims to use nuclear science in a novel way for conservation, and this non-lethal yet powerful solution aims to radically reduce the demand from end users and save rhinos from the very real threat of extinction. അപ്പോൾ ഈ ന്യൂക്ലിയർ സയൻസിന്റെ സഹായത്തോടെ റൈനോസിനെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ഏത് പ്രൊജക്റ്റിന്റെ ഉദ്ദേശം? റൈസോടോപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ലെപ്പേർഡ് സഫാരി ഓപ്പൺസ് അറ്റ് ബന്നർഘട്ട. അപ്പോൾ ബന്നർഘട്ട നാഷണൽ പാർക്ക് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതൊക്കെയാണ്. ബന്നർഘട്ട നാഷണൽ പാർക്ക് കർണാടകത്തിലാണ്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. കർണാടകത്തിൽ ബാംഗ്ലൂർ സിറ്റിയോട് അടുത്ത് തന്നെയാണ് ഈ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ലാർജസ്റ്റ് ലെപ്പേർഡ് സഫാരി ഓപ്പൺ ചെയ്തിരിക്കുന്നുള്ളതാണ് വാർത്തയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ടെന്ന് നോക്കാം. ആദ്യമേ തന്നെ ബന്നർഘട്ട നാഷണൽ പാർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിനെ കുറിച്ച് പഠിക്കാം. അപ്പം 2004 ഈ BBBP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് BBBP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ബാംഗ്ലൂർ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് വാസ് കാർവ്ഡ് ഔട്ട് ഓഫ് ബന്നർഘട്ട നാഷണൽ പാർക്ക് എന്ന ഏരിയ എടുത്തിട്ടാണ് 2004 ഈ ഒരു ബയോളജിക്കൽ പാർക്ക് സ്ഥാപിച്ചത്. സോ ബ്രോട്ട് അണ്ടർ ദ സൂ അതോറിറ്റി ഓഫ് കർണാടകയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദെൻ ദിസ് ബന്നർഘട്ട നാഷണൽ പാർക്ക് വാസ് ഡിക്ലെയർ ആസ് നാഷണൽ പാർക്ക് ഇൻ 1974 ബന്നർഘട്ട നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്യുന്നു. 2004 അതിൽ നിന്നും ബയോളജിക്കൽ പാർക്ക് രൂപപ്പെടുന്നു. ഈ ബാംഗ്ലൂർ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് ഹാസ് 4 ഡിവിഷൻ, 4 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ്റെ പേര് സൂ, 2 സഫാരി, 3 ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്, അതുപോലെ റെസ്ക്യൂ സെൻ്റർ ഉണ്ട്. അപ്പോൾ ബന്നർഘട്ട നാഷണൽ പാർക്ക് കേന്ദ്രീകരിച്ച് ബട്ടർഫ്ലൈ പാർക്കും ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ എമംഗ് ദ ഫ്യൂ പ്ലേസസ് ഇൻ ദ വേൾഡ് വെയർ വൈൽഡർനെസ് ഈസ് പ്രിസർവ്ഡ് സോ ക്ലോസ് ടു ബിഗ് സിറ്റി. കർണാടകത്തിലെ ബാംഗ്ലൂരു എന്നുള്ള പ്രധാനപ്പെട്ട സിറ്റിയോട് ചേർന്ന് തന്നെയാണ് ഈ ബയോളജിക്കൽ പാർക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടും പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ലെപ്പേർഡ്സിൻ്റെ സഫാരിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ലെപ്പേർഡ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇവയുടെ ബേസിക് നമ്പരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെപ്പേർഡ് സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലെപ്പേർഡ്സിനെ കാണപ്പെടുന്നത്. 3907 ലെപ്പേർഡ്സ് ആണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. then അതിനുശേഷം മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ടും ലെപ്പേർഡ്സിന്റെ പോപ്പുലേഷൻ കാണപ്പെടുന്നത്. സോ നമ്മുടെ കേരളത്തിലുണ്ട്, കേരള, തെലങ്കാന, ഛത്തീസ്ഗഡ്, ബീഹാർ, ഗോവ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോപ്പുലേഷൻ ഉണ്ട്. ബട്ട് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ എന്തായാലും നിലവിൽ നമ്മൾ പറഞ്ഞു മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ലെപ്പേർഡ്സിന്റെ പോപ്പുലേഷൻ ഉള്ളത്. ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് പഠിച്ചിരിക്കണം. IUCN നോക്കുവാണെങ്കിൽ IUCN റെഡ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ വൾണറബിൾ സ്റ്റാറ്റസ് ആണ്. സൈറ്റ്സ് നോക്കുവാണെങ്കിൽ അപ്പൻഡിക്സ് 1 ആണ് ബേസിക്കലി സ്റ്റാറ്റസ്. ദെൻ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നോക്കുവാണെങ്കിൽ 1972 പ്രകാരം നോക്കുവാണെങ്കിൽ ഷെഡ്യൂൾഡ് 1 മീൻസ് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്പീഷി കൂടിയാണ് ലെപ്പേർഡ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബേസിക് ടോപ്പിക് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് ഇന്നത്തെ പ്രിലിം സ്പേസിൽ MCQ ആയിട്ട് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോളാർ പവർ ജനറേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ഈ പറഞ്ഞ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്